ഉച്ചവരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ലേ. ഉച്ച കഴിയുമ്പോഴേക്ക് ഇതാ കണ്ണിന് ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. നല്ലോണം ചൊറിയുന്നുണ്ടായിരുന്നു. അപ്പോഴേക്ക് നല്ലോണം ചോന്നിട്ട് കണ്ണിന് ചുറ്റിലും ഇങ്ങനെ കുരുകുരു പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് പുറത്ത് പോകാനും ഉള്ളതാണ്. അതുകൊണ്ട് നല്ലോണം പേടിച്ചു. പക്ഷെ വലിയ കുഴപ്പമില്ല. നല്ലോണം വെള്ളത്തിൽ കഴുകുകയൊക്കെ ചെയ്യുമ്പോഴേക്ക് മാറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാമിക്കുട്ടീനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. നിച്ചുട്ടിക്ക് വർക്കിംഗ് ഡേ ആണ്, സ്കൂളിൽ പോയിട്ടാണ് ഉള്ളത്. ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട്. അതുകൊണ്ടാണ് വേഗം തന്നെ ഇറങ്ങിയത്. യാമി ഇത് ഒരു ഷൂ മാത്രം ഇട്ടിട്ടാണ് ഇരിക്കുന്നത്. മറ്റേ ഷൂ എന്ത് പറഞ്ഞാലും കയ്യിൽ നിന്ന് ഇളക്കുന്നില്ല, എങ്ങനെ തരുന്നില്ല, ഭയങ്കര കരച്ചില്. പാവം അതും പിടിച്ചിട്ട് തന്നെ ഉറങ്ങിയിട്ട് ലാസ്റ്റ് ആ ഷൂ എടുക്കുമ്പോഴേക്ക് ഉറക്കം വരെ ഞെട്ടുന്നുണ്ട്. അങ്ങനെ ടൈറ്റ് ആക്കി പിടിച്ചിട്ടുണ്ട്. നമ്മൾ നേരെ പോയത് കണ്ണൂർ പുതിയ ബസ് സ്റ്റാൻഡിലേക്കാണ്. ഏകദേശം സാധനങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വാവനെയും കൊണ്ട് അധികം കറങ്ങണ്ടല്ലോ. എൻ്റെ അടുത്തൊരു സാരി ഉണ്ടായിരുന്നു, മുന്നേ വാങ്ങിച്ചതാണ്. പക്ഷെ അതിന്റെ ബ്ലൗസ് മോശമായി പോയി. അപ്പൊ അതിനൊരു ബ്ലൗസ് പീസ് വാങ്ങിക്കാനാണ് പോയത്. ഞാൻ ഉദ്ദേശിച്ച ടൈപ്പിലുള്ളതൊന്നും കിട്ടിയിട്ടില്ല. പിന്നെ ഏകദേശം ആ ഒരു കളറിലുള്ളത് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. തെണ്ടി നടക്കണ്ടെന്ന് വിചാരിച്ചു വാവനെയും കൊണ്ട്. തിരൂർ പൊന്ന് ആഭരണങ്ങളൊക്കെ വിൽക്കുന്ന ഒരു അടിപൊളി ഷോപ്പുണ്ട് അവിടെ. അത് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയതാണ്. യാമിക്കുട്ടിയാണെങ്കിൽ അതൊക്കെ പിടിച്ച് വലിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര കുഴപ്പമാക്കലായിരുന്നു. ഒരു വള നോക്കിയതാണേ, പക്ഷെ എന്റെ കൈ നല്ല ചെറുതായതുകൊണ്ട് വലിയ ആൾക്കാരുടെ വളയൊക്കെ എടുക്കുമ്പോഴേക്കും എനിക്ക് ഭയങ്കര ലൂസ്. പിന്നെ എനിക്ക് ചെരുപ്പൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നേ, അതും അതിന്റെ ഇടയിൽ വാങ്ങിച്ചിട്ടുണ്ട്. യാമിനെയും കൊണ്ട് പുറത്ത് പോകുമ്പോൾ എങ്ങനെയാണ് ഫുഡൊക്കെ കൊടുക്കുന്നത്, പാല് കൊടുക്കലുണ്ടോ എന്നൊക്കെ കമന്റ്സ് ഉണ്ടാവാറുണ്ട്. യാമിനെയും കൊണ്ട് ഒരു 1-2 മണിക്കൂറൊക്കെ ഒന്ന് പോകുമ്പോൾ ഫീഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. ഞാനൊരു പഴം ഇങ്ങനെ കൊണ്ടുപോകും. അതാകുമ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരുന്നിട്ടും അങ്ങനെ കൊടുക്കാമല്ലോ.